തോപ്പുംപടിയിലെ കൊലപാതക കേസിലെ പ്രതി അലനാണ് പിടിയിലായത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ഉമേഷ്, നേരത്തെ തന്നെ ഇന്നലെ ഈ പ്രതിയെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ആ CCTV ദൃശ്യങ്ങൾ തന്നെ ആളിനെ കുറിച്ച് വ്യക്തമായിരുന്നു. ഈ അലൻ എവിടുത്തുകാരനാണ്, എന്താണ് ഇവർ ഈ കൃത്യത്തിലേക്ക് ചെന്നെത്തിയതിന്റെ കാരണങ്ങൾ, പോലീസ് എന്തെങ്കിലും വിവരങ്ങൾ സംബന്ധിച്ച് നമുക്ക് നൽകുന്നുണ്ടോ? പോലീസ് മുഴുവൻ കാര്യങ്ങളും വിശദീകരിക്കുന്നില്ല. നിലവിൽ പ്രതി കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസ് സമ്മതിക്കുന്നുണ്ട്. അത് ഇന്നലെ തന്നെ പോലീസ് അക്കാര്യം ഉറപ്പിച്ചിരുന്നു. അതായത് ഈ സംഭവം നടന്ന് വളരെ പെട്ടെന്ന് തന്നെ പോലീസ് ഇടപെട്ട് എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറിയിരുന്നു. ഇയാളുടെ CCTV ദൃശ്യങ്ങൾ ഇന്നലെ തന്നെ പോലീസ് ശേഖരിച്ചിരുന്നതാണ്. അതായത് ഈ കൊലപാതകത്തിന്റെ അടക്കം CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ആ ദൃശ്യങ്ങൾ സഹിതം ഇയാളുടെ ചിത്രങ്ങൾ സഹിതം എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വിവരങ്ങൾ കൈമാറിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾ അധിക ദൂരം പോകില്ല എന്നുള്ള കാര്യം ഇന്നലെ തന്നെ പോലീസ് ഉറപ്പിച്ചതാണ്. ഈ സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ഇയാൾ പോലീസ് വലയിലായി. തോപ്പുംപടി പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഇയാൾ കൊലപാതകം നടത്തി എന്നുള്ളത് സംബന്ധിച്ചാണ് ഇനി ഒരു വ്യക്തത വരേണ്ടത്. നേരത്തെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയപ്പോൾ അറിഞ്ഞത് ഇവർ തമ്മിൽ മുൻവൈരാഗ്യമുണ്ട്, തർക്കങ്ങളുണ്ടായി എന്നൊക്കെയാണ്. പക്ഷെ നമ്മൾ ആ ദൃശ്യങ്ങൾ സഹിതം പരിശോധിക്കുമ്പോൾ അതിൽ വലിയ തരത്തിലുള്ള പ്രകോപനമൊന്നും അതിൽ കാണുന്നില്ല. പക്ഷെ ഇവർ മുൻപരിചയമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ തർക്കത്തിന് കാരണമായത്, ഇവർ തമ്മിൽ എത്ര കാലം അറിയാം, ഈ കൊലപാതകത്തിലേക്ക് നയിച്ച അത്രയും വൈരാഗ്യം എന്തുകൊണ്ട് ഇയാൾക്കുണ്ടായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി പറയേണ്ടത് ഈ പ്രതി തന്നെയാണ്. അതിന് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യണം. അതിനായി പോലീസ് സ്റ്റേഷനിലേക്ക് ഉടൻ തന്നെ ഇയാളെ എത്തിച്ച് ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. കൂടാതെ അറസ്റ്റ് അടക്കം ഇന്ന് തന്നെ രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികളാണ് പോലീസ് മുന്നോട്ട് നീക്കുന്നത്. ഉമേഷ്, ഈ അലനും തോപ്പുംപടി സ്വദേശി തന്നെയാണോ? അത് സംബന്ധിച്ച വിവരങ്ങളുണ്ടോ? തോപ്പുംപടിക്ക് അടുത്ത് അത്തിപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് ഇയാളുടെയും സ്വദേശം എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ കൊല്ലപ്പെട്ടയാൾ മൂലംകുഴി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളാണ്. ബിനോയ് സ്റ്റാൻലി എന്ന് പറയുന്ന ആൾ. ഇയാളുടെ അടുത്ത് തന്നെയാണ് അത്തിപ്പുഴ സ്വദേശിയായ അലന്റെയും വീട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇവർക്ക് മുൻപരിചയം ഉണ്ടായിരുന്നു. അധികം ദൂരെയുള്ള ഒരാളല്ല, പരിചയമുള്ളവർ തന്നെയാണ് എന്നാണ് പോലീസ് പറയുന്നത്. മറ്റ് വിശദാംശങ്ങൾ ഇനി പോലീസ് തന്നെ വെളിപ്പെടുത്തണം. എന്തുകൊണ്ട് ഇത്തരത്തിലൊരു പ്രകോപനം ഉണ്ടായി കൊലപാതകത്തിലേക്ക് എത്തി എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിന് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ കൊല്ലപ്പെട്ട ബിനോയ് ഏത് സ്ഥാപനമാണ് നടത്തിയിരുന്നത്? ആ സ്ഥാപനത്തിലെ ജീവനക്കാരനാണോ, സ്ഥാപന ഉടമയായിരുന്നോ? ഇയാൾ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. അതായത് ബിനോയ് തോപ്പുംപടിയിൽ ഒരു മത്സ്യബന്ധന ഉപകരണങ്ങളൊക്കെ വിതരണം സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. ഇതിന്റെ ഉടമ മറ്റൊരാളാണ്. അവിടെ വെച്ചാണ് ഇയാൾ ഈ സെയിൽസ്മാനായ ഇയാൾ അവിടെ ജോലി ചെയ്യുന്നതിനിടെ തന്നെയാണ് ഇന്നലെ രാത്രി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ആളില്ലാത്ത സമയം നോക്കിയാണ് ഈ സ്ഥാപനത്തിലേക്ക് അകത്തേക്ക് കയറുകയും കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കത്തി ഉപയോഗിച്ച് ഇയാളെ തുരുതുര കുത്തി വീഴ്ത്തി അത്തരത്തിൽ കൊലപാതകം നടത്തുകയും ചെയ്തത്. ശരി, ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തോപ്പുംപടി കൊലപാതക കേസിലെ പ്രതി അലനെ പോലീസ് പിടികൂടിയിരിക്കുന്നു. മറ്റ് വിവരങ്ങൾ പോലീസിൽ നിന്ന് ലഭ്യമായിട്ടില്ല. വരുന്ന മുറയ്ക്ക് എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള വിവരങ്ങളൊക്കെ താമസിയാതെ പുറത്തു വരുമെന്നുള്ള വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് നൽകുന്നത്.